എൻ്റെ ഫ്രണ്ട് അയച്ച റീലാട്ടോ ഇത്. എന്നിട്ടൊരു ചോദ്യം, നമുക്കിതങ്ങ് ഉണ്ടാക്കിയാലോ? കാണാൻ നല്ല ടെംപ്റ്റിംഗ് ആണ്, എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫ്രണ്ട് സെയിം ബിൽഡിങ്ങിലുമാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കത്തിയും കടാരൊക്കെ എടുത്ത് കിച്ചണിലേക്ക് അങ്ങ് ഇറങ്ങി. നേന്ത്രപ്പഴം തോലോടുകൂടെ കട്ട് ചെയ്തതും 2 അച്ച് ശർക്കരയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ച്. ഈ ശർക്കരയൊക്കെ ഉരുകി അതൊന്ന് കുറുകി വരുന്ന പാകമാവുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്യാം. അതൊന്നായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും എടുക്കണം, പപ്പടവും കാച്ചണം. അതിലേക്ക് കുറച്ച് ഉപ്പും ഏലക്കായ് പൊടിയും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അത്രേ ഉള്ളൂ പണി. ഇനി ഇത് കഴിക്കാം. വൈകുന്നേരങ്ങളിൽ നല്ല കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ നല്ല മധുരയിടാത്ത കട്ടൻ കാപ്പിയുടെ കൂടെ ആട്ടോ ഇത് കഴിച്ച്. ഈ ശർക്കര ഈ പഴത്തിൻ്റെ മേലെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് ആ തേങ്ങാപ്പാലും പപ്പടവും കുറച്ച് നെയ്യൊക്കെ ഇട്ട് നല്ല കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പം നമ്മൾ ഈ പഴവും പപ്പടവും പായസമൊക്കെ ഇട്ട് കഴിക്കുന്ന ആ ഒരു കോമ്പിനേഷനില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയും. അപ്പോൾ ഓക്കെ.